3 വർഷത്തിലൊരിക്കൽ മാത്രമേ ഇവിടെ നട തുറക്കൂ. പ്രധാനമായും നടക്കുന്നത് ദാമ്പത്യ പൂജയാ. ധാരാളം കുടുംബങ്ങൾ പങ്കെടുക്കുന്ന പൂജയാ അത്. പ്രധാനമായും ദാമ്പത്യ പൂജ എന്ന് പറയുമ്പോ പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് ഗുണമുണ്ടാവും അല്ലേ തിരുമേനി? എന്താ സംശയം? 100% വിജയം, അതിൽ കുറയില്ല. അതാ ഇവിടുത്തെ ശക്തി. എത്രയെത്ര കുടുംബങ്ങളായി ഇപ്പൊ സന്തോഷമായി ജീവിക്കുന്നതെന്നറിയാമോ? ഭാര്യാഭർത്തൃക്കൾക്കിടയിൽ വരുന്ന പിണക്കങ്ങൾ, അകന്നുപോക്ക്, സ്വരച്ചേർച്ചയില്ലായ്മ, അങ്ങനെ ഏത് കാര്യത്തിനും ഈ പൂജ കൊണ്ട് പരിഹാരമുണ്ടാവും. മൂർത്തി, കാര്യങ്ങളൊക്കെ എന്തായി? നാളെ മുതലാ ഇവിടെ പൂജയും പരിപാടിയൊക്കെ. പിന്നെ സിത്താര ഇതുവരെ എത്തിയിട്ടില്ല. വിളിച്ചു നോക്കിയപ്പോ കുറച്ചുകൂടി വൈകിയേ എത്തുള്ളൂ എന്നാ പറഞ്ഞത്. വരുമ്പോ വരട്ടെ, എന്തായാലും കണ്ടല്ലേ പറ്റൂ. ഇവിടെ എവിടെയാ താമസ സൗകര്യമൊക്കെ? അമ്പലത്തിന്റെ തന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. എങ്കിൽ പിന്നെ അങ്ങോട്ട് പോവാം. സിത്താര വരുമ്പോ എന്നെ അറിയിച്ചാ മതി. ശരി. നിങ്ങളെന്താ ഇവിടെ? അമ്മയുടെ ഒരു നേർച്ചയാ ഇവിടുത്തെ ദമ്പതി പൂജയിൽ പങ്കെടുക്കണമെന്ന്. അങ്ങനെ വന്നതാ. അല്ല, അവന്തിക്ക് എന്താ ഇവിടെ? എനിക്കിവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു. പിന്നെ തൊഴുത് പൂജയൊക്കെ കണ്ടിട്ട് പോവാന്ന് കരുതി. നിങ്ങള് പൂജയ്ക്ക് വന്നത് നന്നായി. അത്രയ്ക്കും ശക്തിയുള്ള പൂജയെന്നാ കേട്ടിട്ടുള്ളത്. സമൃദ്ധയുടെ ഇപ്പോഴുള്ള കൺഫ്യൂഷനൊക്കെ മാറ്റും. എന്നാ ഞങ്ങള് ആയിക്കോട്ടെ, സമയം പോലെ സമൃദ്ധി ഇറങ്ങ്. നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാം. വാ. മര്യാദ കാണിക്കുന്നോടാ. അതെ, റോഡിൽ കൂടെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ? ഈ റോഡേ മറ്റുള്ളവർക്കും കൂടെ സഞ്ചരിക്കാനുള്ളതാ, മനസ്സിലായോ? അതിന് കാറിൽ കല്ലെടുത്തെറിയാണോ വേണ്ടത്? കല്ലെടുത്ത് എറിയല്ലേ വേണ്ടത്, എറിഞ്ഞ് ചില്ല് പൊട്ടിക്കാൻ വേണ്ടത്. മര്യാദയോട് കാണിച്ചിട്ട് പിന്നെ സംസാരിക്കുന്നു. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നോടി. തൊട്ടു പോരുത്. അടിച്ചാലേ തിരിച്ചു അടി വാങ്ങേണ്ടി വരും. അല്ലാതെ ഞങ്ങളുടെ കയ്യ് മാങ്ങ പറിക്കാനൊന്നും പോവില്ല. ഇവരുടെയൊക്കെ കാരണം അടിച്ച് പൊളിക്കാ വേണ്ടത്. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് പിന്നെ ഞങ്ങൾ തല്ലാൻ വരികയാണോ? ഞാൻ ഇവർക്കൊരെണ്ണം കൊടുക്കട്ടെ. തൽക്കാലം വേണ്ട മോളിക്കുട്ടി.
എനിക്കൊക്കെ ചുറിഞ്ഞു കേറുന്നുണ്ട്. ഒരു തവണത്തേക്ക് ക്ഷമിച്ചു കള മോളിക്കുട്ടി. ചേച്ചി ഇനി ഷോ കാണിച്ചാ നമുക്ക് പൊട്ടിച്ചളയെന്നേ. അത്രയ്ക്കും ധൈര്യം ഉണ്ടോടി നിനക്കൊക്കെ? ഞാൻ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല. നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞിട്ടേ ഞങ്ങൾക്ക് എന്ത് കാര്യത്തിന്? ഒന്ന് പോ പെണ്ണുപിള്ള. ആ തൽക്കാലത്തേക്ക് മോളിക്കുട്ടിയോട് ഒരു ക്ഷമ പറഞ്ഞിട്ട് പൊയ്ക്കോ. ഞങ്ങളെക്കാളും പ്രായമുള്ളതുകൊണ്ട് ഞങ്ങൾ തല്ലുന്നില്ല. ദേ, ആളറിഞ്ഞു വേണം സംസാരിക്കാൻ. താൻ ആരാടോ? ഒന്ന് പോടൂ. ഇവരുടെ സെക്യൂരിറ്റി ആണോ താൻ? മുടിയും വളർത്തി കോലം കെട്ടി നടക്കുന്ന കണ്ടില്ലേ? വേറെന്തേലും പണിയെടുത്ത് ജീവിക്കടോ. ദേ, അല്ലാതെ ഇവരെ പോലുള്ളവരുടെ കൂടെ വാലാട്ടി നടക്കരുത്, കേട്ടല്ലോ? ദേ, ഈ കൈയിന്റെ ചൂടറിയണ്ടെങ്കിലേ മര്യാദക്ക് മിണ്ടാതെ നിന്നോണം. ഡ്രൈവർ ആണെങ്കിലേ വണ്ടി പോയിരിക്കണം. ഇത് അമ്പലത്തിന്റെ ഗസ്റ്റ് ഹൗസാ. എന്ന് പറഞ്ഞാ അമ്പലത്തിൽ തൊഴാൻ വരുന്ന VIP-കൾക്ക് താമസിക്കാനുള്ള സ്ഥലം, അല്ലാതെ തന്നെ പോലുള്ളവർക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലേ ഇത്. ഇങ്ങോട്ട് വാടാ. വാടാ ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞോട്ടെ, ഇറങ്ങടാ വെളിയിൽ. ഒരാളെ കാണാൻ. അയ്യോ വരാൻ ഇങ്ങോട്ട്. ചേട്ടാ, ഞാൻ വാ. പ്ലീസ് ചേട്ടാ, എനിക്ക് ഒരാളെ കാണാൻ. വരാൻ. ഞാൻ ഇങ്ങോട്ട് വാടാ.